ഹലോ എവ്രി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമുക്ക് മോർണിംഗിലെ കുറച്ച് വിശേഷമൊക്കെ കണ്ടാലോ? മിതുക്കുട്ടി എടുത്ത് രാവിലെ ഞാൻ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ അതിന് മുന്നേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കുറച്ച് സ്കിൻ കെയറൊക്കെ ചെയ്ത് മിതുക്കുട്ടിയെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് മുഖമൊക്കെ കഴുകി ആണ് ഞാൻ അടുക്കളയിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഞാനിന്ന് പാലപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പാലപ്പം ഭയങ്കര എളുപ്പമായിട്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഈ പാലപ്പത്തിന് സാധാരണ തലേദിവസം അരച്ചൊക്കെ മാവൊക്കെ അരയ്ക്കാനൊക്കെ കുതിർത്ത് വെക്കുകയും ഒക്കെ പണ്ടൊക്കെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ 8 മണിക്കൂർ വെച്ച് പിന്നെ രാവിലെ എണീറ്റ് ഈസ്റ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം ഭയങ്കര ഈസിയിലുണ്ടാക്കും കേട്ടോ. അമ്മ എന്നോട് പറഞ്ഞു തന്നതോ, അമ്മയോട് ആരോ പറഞ്ഞതോ, അമ്മേനെയും കണ്ടതോ വല്ല വീഡിയോയിലും കണ്ടതോ ആണെന്ന് അറിയത്തില്ല. ഇച്ചിരി പച്ചരിയും, ഞാനിവിടെ ഇഡലി റൈസാണ് എടുക്കുന്നത് കേട്ടോ. പച്ചരിയും പിന്നെ നമ്മുടെ അവലും ഇച്ചിരി തേങ്ങയും ഈസ്റ്റും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നെകക്കെ വെള്ളം ഒഴിച്ച് മിക്സിക്കകത്ത് മീൻസ് ജാറിനകത്ത് തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞിട്ട് അത് അരയ്ക്കുക. എന്നിട്ട് രാത്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്ന ടൈം കൊടുത്താൽ മതി. ഒരു 1 hour മാക്സിമം, 1 hour ഒന്നും വേണമെന്നില്ല. ഞാൻ ഓവനിലോട്ട് വെക്കും. അപ്പം അത്രയും നേരം മതിയല്ലോ. അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് പുളിച്ച് വരും കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈസി ആയിട്ട് അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ എനിക്കിന്ന് മുട്ടക്കറിയാണ്. അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ സവോള അരിയുന്ന സമയത്തെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു. അതിനകത്ത് ഈ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ സവോളയുടെ, അത് അരിയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറത്തില്ലെന്ന്. അത് സത്യമാണ് കേട്ടോ. അത് അരിയാതിരുന്ന് കഴിഞ്ഞാൽ കണ്ണ് നിറത്തില്ല. പക്ഷേ അത് കട്ട് ചെയ്യാതെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കണ്ണ് നല്ല പോലെ നീറി കേട്ടോ. എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞാലത് തെറ്റൊന്നുമില്ല, കണ്ണ് നിറത്തൊന്നുമില്ല. പക്ഷേ ഈ ചോപ്പ് ചെയ്യാൻ നേരം അത് കട്ട് ചെയ്ത് മാറ്റുമ്പം കണ്ണ് നിറം കേട്ടോ. എൻ്റെ ഷെഫ് വന്നു, എൻ്റെ കുട്ടി ഷെഫ്. പുള്ളിക്കാരനും ഞാനിത് ചോപ്പ് ചെയ്യുന്ന സമയത്തെ ഇത് വലിക്കുമ്പോൾ അവൻ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവൻ ഓടി ആ സമയത്ത് വരും. ഈ സമയത്തെല്ലാം അവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് മിതുക്കുട്ടിക്ക് അങ്ങ് കൊടുക്കും. ഫസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഞാൻ മിതുക്കുട്ടിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കി ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അവനെ പാത്രത്തിനകത്തുനിന്ന് എടുത്തെടുത്ത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ അവന് കഴിക്കാൻ കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഇഞ്ചി ചതയ്ക്കാനും ഒക്കെ അവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഫുൾ ടൈം ആൾ എൻ്റെ കൂടെ കാണും. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ഞാൻ ഈ സവോളയൊക്കെ വഴറ്റുന്ന ടൈമിൽ കറക്റ്റ് അവനെ എടുക്കണം, എന്നാലല്ലേ അവന് കാണത്തുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ അവനും ഇളക്കണം. അങ്ങനെയൊക്കെ ഓരോ വാശികളുണ്ട്. പിന്നെ എനിക്ക് പാലപ്പം മുട്ടക്കറി റെഡിയായി. അപ്പോൾ എനിക്ക് നല്ല ടയേർഡായി കേട്ടോ. എന്താണെന്നറിയത്തില്ല, എനിക്ക് രാവിലെ ഭയങ്കര ടയേർഡ്നെസ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് കരുതി ഞാൻ ആ കൂട്ടത്തിലൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ പാത്രങ്ങൾ അത് എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അപ്പം പാത്രങ്ങളും കഴുകി മാറ്റും. ഇല്ലെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ കൂട്ടിക്കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്തിനാ ഇങ്ങനെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാകും ഇതിങ്ങനെ പാത്രം കൂടിക്കിടന്നത്. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴുകി മാറ്റും. അതിൻ്റെ ഇടയ്ക്ക് മിതുക്കുട്ടി വന്നിട്ട് കബോർഡൊക്കെ തുറക്കുക. അപ്പോൾ അവൻ തുറക്കാതിരിക്കാൻ വേണ്ടി ഈ കബോർഡിലെല്ലാം ഇങ്ങനെ ലോക്ക് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആശാനിപ്പോൾ ആ ലോക്ക് ഊരാനും പഠിച്ചു. പക്ഷേ ഇത് ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ളൊരു ലോക്കാണ്. അപ്പോൾ അത് ഇച്ചിരി ടേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് തുറക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ആളെങ്കിലും എങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കും. ഇപ്പോൾ അതൊക്കെ വലിച്ച് പറയല്ല പരിപാടി. അങ്ങനെ വലിച്ച് പറിക്കുമ്പം കുറേയൊക്കെ അവന് തുറക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പം മിതുക്കുട്ടിക്ക് ഞാൻ TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ആ TV കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. അതിൻ്റെ ഇടയ്ക്ക് ആശാൻ കുറേ മേടുകളും കാണിക്കുന്നുണ്ട് കേട്ടോ. വഴക്കാളി ആയിക്കൊണ്ടിരിക്കുക ഇപ്പം. കുട്ടികളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ കുസൃതി കൂടുതലാണല്ലോ അല്ലേ? അങ്ങനെ ഇന്നത്തെ ഒരു കുസൃതിയാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്ക്,
ടി വി എറിഞ്ഞ് ഡിസ്പ്ലേ പോയിട്ടുണ്ട്. ഇനിയിപ്പം ഒന്നെങ്കിൽ പുതിയ ടി വി മേടിക്കണം, ഇല്ലെങ്കിൽ ഈ ടി വിയെ തന്നെ ആശാനോട് കണ്ടോളാൻ പറയണം.